ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് വളർന്നിരിക്കണം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് വളർച്ച പ്രാപിക്കും. ഇല്ല എങ്കിൽ, അത് വളരുന്നില്ല എങ്കിൽ അതിനെ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും വളരെ ദുഃഖം ഉണ്ടാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഇതുപോലെ തന്നെ ദൈവവചനത്താൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന ഓരോരുത്തരും വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കണം, പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കണം. കൂടുതൽ കൂടുതൽ ആത്മീക വെളിപ്പാടുകളിലേക്ക് ആ വ്യക്തി നടന്നു കയറിക്കൊണ്ടിരിക്കണം. എന്നാൽ ഇത് സംഭവിക്കാതെ വന്നാൽ എന്താണ് അതിനുള്ള പ്രതിവിധി, അതിനുള്ള കാരണം എന്നാണ് ഇന്നത്തെ വചനത്തിൽ നാം ചിന്തിക്കുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യം ഉള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. യേശുക്രിസ്തു ശ്രേഷ്ഠൻ ആകുന്നു എന്നുള്ള സത്യം, എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും വലിയവൻ ആകുന്നു എന്നുള്ള സത്യം പൗലോസ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിക്കുകയാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമത്തിലെ ആരാധനകളേക്കാൾ, ആലയങ്ങളേക്കാൾ എല്ലാം ക്രിസ്തു ശ്രേഷ്ഠൻ. മഹാപുരോഹിതനേക്കാൾ, യെരുശലേം ദൈവാലയത്തിലെ മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ എന്നൊക്കെ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എന്നാൽ പൗലോസ് പറയുന്നു, വളരെ ഈ കാര്യങ്ങളെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ അതുല്യതയെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യം ഉള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരുവാൻ ഞങ്ങൾ വിഷമിക്കുകയാണ്. ആത്മീക പുരോഗതി പ്രാപിക്കാത്ത, ആത്മീക വളർച്ച അതിലേക്ക് എത്താത്ത ആളുകളോട് ഒരിക്കലും കൂടുതൽ ആത്മീക സത്യങ്ങൾ പറയുവാനോ തെളിയിച്ചു കൊടുക്കുവാനോ വിഷമിക്കുന്ന ഒരു സാഹചര്യം. ഇത് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനം യേശുക്രിസ്തു ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗത്തിലെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റാത്ത ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 13-15 നാം ഇങ്ങനെ കാണുന്നു. 14 നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ല, കണ്ണാൽ കാണും, ദർശിക്കുകയില്ല. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടഞ്ഞിരിക്കുന്നു, കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളാതെയും ദൈവം അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവർത്തി വന്നു. കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ, ഉപദേശങ്ങൾ കേട്ടിട്ടും ഒന്നും മനസ്സിലാകാത്തവരെ പോലെ പ്രതികരിക്കാതെ, വിശ്വസിക്കാതെ, അനുസരിക്കാതെ ഒരുപാട് പേർ ഇരിക്കുന്നത് യേശു മനസ്സിലാക്കി. എന്നിട്ടും അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഉപമകളിലൂടെ തെളിയിച്ചു കൊടുക്കുവാൻ ക്രിസ്തു വളരെ പരിശ്രമിച്ചു. തൻ്റെ പല പരിശ്രമങ്ങളും ശരിയായ നിലയിൽ ഫലം കൊടുക്കുന്നില്ല എന്ന് ക്രിസ്തു കണ്ടപ്പോൾ, ആളുകൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ക്രിസ്തു പറഞ്ഞതാണ്, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഗ്രഹിപ്പാൻ കഴിയാത്ത, അന്ധരായ, ആത്മീക വളർച്ചയില്ലാത്ത, പുരോഗതിയില്ലാത്ത ഒരു ജനമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അനുഭവിച്ചവർ തീർന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസും തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ താൻ കൂലിക്കെടുത്ത വീട്ടിൽ പാർക്കുമ്പോൾ തനിക്കൊരാഗ്രഹം, എല്ലാവരോടും ദൈവത്തെക്കുറിച്ച് പറയണം, സുവിശേഷത്തെക്കുറിച്ച് പറയണം, സുവിശേഷം എല്ലാവരും കേൾക്കണം. തടവിൽ ആണ് കിടക്കുന്നതെങ്കിലും താൻ അവിടെ ഒരു ദിവസം നിശ്ചയിച്ചു. എന്തിനാണ്? സുവിശേഷം ആളുകൾ കേൾക്കുവാൻ. പലരും ആ നിശ്ചയിച്ച ദിവസത്തിൽ അവൻ്റെ പാർപ്പിടത്തിൽ വന്നു. അവൻ്റെ അടുക്കൽ വന്ന അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുക്രിസ്തുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം 23-ാമത്തെ വചനമാണ് വായിച്ചത്. രാവിലെ മുതൽ സന്ധ്യ വരെ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
അത് പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ട്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉദ്ധരിച്ചിട്ട് യേശുവിനെക്കുറിച്ച് രാവിലെ മുതൽ സന്ധ്യ വരെ ഒരേ വിഷയം സംസാരിച്ചു. ആത്മനിറവിൽ ആത്മഭാരത്തോടെ സംസാരിക്കുകയാണ്. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോടൊരു വാക്ക് പറഞ്ഞത് നോക്കൂ. പൗലോസ് പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോവുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു പകൽ മുഴുവൻ വാതോരാതെ ആത്മഭാരത്തോടെ പ്രാർത്ഥനയോടെ പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലനും ഈ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് യേശു ഉദ്ധരിച്ചതാണ് അവർക്ക് മറുപടിയായി കൊടുത്തത്. ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണടഞ്ഞിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ എന്ന് പറഞ്ഞ് താൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നാം ദൈവിക വെളിപ്പാടുകൾ കൂടുതൽ ഗ്രഹിക്കേണ്ടവരായി ദൈവം കാണുന്നു. നമുക്ക് കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, കർത്താവിനെ കൂടുതൽ അനുഭവിക്കുവാൻ, പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ നേടുവാൻ, അധികം അറിയുവാൻ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണുകൾ കർത്താവ് കുറച്ചുകൂടെ തുറക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ. നല്ല ദൈവമേ, അവിടുത്തെ വചനപ്രകാരം കൂടുതൽ ആത്മീയ വളർച്ച പ്രാപിച്ച് വിശ്വാസത്തിൽ പുരോഗതിയുള്ളവരായി വചനം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ നാമത്തിൽ മാറട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു